ജലദോഷം പിടിച്ച എന്താ പ്രശ്നം? ക്ലാസ്സിൽ കയറിക്കൂടെ? ഫോണല്ലേ കയ്യിലല്ലേ? ആകാശ്, ഗുഡ് മോർണിംഗ് സാർ. പഠിക്കാൻ തുടങ്ങിയോ? സീരീസിന് പഠിക്കാൻ തുടങ്ങിയോ? ചെറുതായിട്ട്. ചെറുതായിട്ടോ? എത്ര ദിവസമല്ലേ ഉള്ളൂ? പ്രത്യേഷ്, യെസ് സാർ. പഠിക്കാൻ തുടങ്ങി? എക്സാമിന് പഠിക്കാൻ തുടങ്ങിയോ? കുറച്ച് ദിവസം നോക്കാൻ മതി. കാര്യമായിട്ട് നോക്ക്. വേറെ ആരുള്ള? വിശാൽ മഹേഷ് സാർ. പഠിക്കണ്ടോ? സോ കഴിഞ്ഞ പ്രാവശ്യം പാസ്സായവരോട് ഇപ്രാവശ്യം പറയാനുള്ളത്, എക്സാം കുറച്ചും കൂടി കോംപ്ലക്സ് ആയിരിക്കും. കാരണം ക്വാണ്ടം മെക്കാനിക്സ് ആൻഡ് അക്കൗസ്റ്റിക്സ് ആണ്. പിന്നെ കൂടുതൽ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. സോ അതുകൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. സോ സിമ്പിളായിട്ട് എടുക്കരുത് ഫിസിക്സ് എക്സാം. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ പ്രാവശ്യം റെമഡിയൽ ആക്ഷനൊക്കെ ചെയ്തവരോടാണ്. നിങ്ങൾ പലരും എക്സാം ജയിക്കുമെന്ന് വിചാരിച്ചിട്ട് എഴുതിയാണ്, പക്ഷെ പലരും ഫെയിലായിപ്പോയി. സോ ആ ഒരു സീരിയസ്നെസ്സോട് പഠിക്കുക. ഈ ഒരു എക്സാമിലും കൂടി ഫെയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്റേണലിനെ നന്നായിട്ട് ബാധിക്കും. നന്ദന ദാസ്, പഠിക്കണ്ടോ? പഠിക്കാൻ തുടങ്ങിയോ? കുറച്ച്. പാർവൺ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ജസ്റ്റ് പാസ്സാണ്. ഇപ്രാവശ്യം അതാവണം നിർബന്ധമില്ല. സോ ശരിക്കും പഠിക്കട്ടോ. ഓക്കെ. സോ നിങ്ങൾ പഠിച്ചു തുടങ്ങുക സീരിയസ് എക്സാമിന്. കാരണം എക്സാം കുറച്ച് ദിവസമേ ഉള്ളൂ പഠിക്കാൻ വേണ്ടി. പിന്നെ 2 എക്സാം ഉണ്ട് ഒരു ദിവസം. സോ അതിന്റെ സീരിയസ്നെസ് പഠിച്ചു തുടങ്ങുക. തലേ ദിവസം പഠിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലത്തെ മാത്സേ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫിസിക്സ് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. സോ അതിന്റെ ഒരു സീരിയസ്നെസ് പഠിക്കുക. കാരണം നിങ്ങൾ ഡയറക്റ്റ്ലി ഇന്റേണൽ എത്ര മാർക്കാന്ന് നിങ്ങൾക്ക് അറിയാം. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ. സോ ഇനി നമുക്ക് നമ്മുടെ മൊഡ്യൂൾ 4 ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. So we were talking about അൾട്രാസോണിക് വേവ്സ് അല്ലെങ്കിൽ അൾട്രാസോണിക് വേവ്സ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. സോ പ്രത്യുഷ, എന്താണ് അൾട്രാസോണിക് വേവ്സ് എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ അൾട്രാസോണിക് വേവ്സ്? വാട്ട് യു മീൻ ബൈ അൾട്രാസോണിക് വേവ്സ്? പ്രത്യുഷ്, എനിക്കെന്താ മനസ്സിലായത്? യെസ് സാർ. What do you mean by ultrasonic waves? സൗണ്ട് വേവ്. The sound wave? So എല്ലാ സൗണ്ട് വേവും അൾട്രാസോണിക് വേവ്സ് അല്ലല്ലോ. അക്കോസ്റ്റിക് വേവ്. അക്കൗസ്റ്റിക് വേവ് തന്നെയാണ് സൗണ്ട് വേവ്. അതിന്റെ വേറൊരു പേരാണ് അക്കൗസ്റ്റിക് വേവ്. ഞാൻ ചോദിച്ചത് അൾട്രാസോണിക് വേവ് അത് സൗണ്ട് വേവ് തന്നെയാണ്, പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണ്? ട്രാവൽ ത്രൂ ആനി മീഡിയം. അതെ, സൗണ്ട് വേവും സൗണ്ട് വേവ് ആണ് അൾട്രാസോണിക് വേവ്. ഏത് മീഡിയത്തിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യും, അതൊക്കെ ശരിയാണ്. എപ്പോഴാണ് ഒരു സൗണ്ട് വേവ് അൾട്രാസോണിക് വേവ് ആണെന്ന് പറയാൻ പറ്റുക? ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ 20 കിലോഹെർട്സ്. സൗണ്ട് വേവ് തന്നെയാണ്. അൾട്രാസോണിക് വേവ്സ് ആർ സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ അക്കൗസ്റ്റിക് വേവ്സ് തന്നെയാണ്, പക്ഷെ അതിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? 20 കിലോഹെർട്സിൽ അധികമായിരിക്കും. സോ അതിന്റെ കുറച്ച് ജനറൽ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പഠിച്ചു. കൂടാതെ ഡിഫറെന്റ് മീഡിയത്തിൽ കൂടി അൾട്രാസോണിക് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി കാണാനുള്ള എക്സ്പ്രഷൻ 3 മീഡിയത്തിന്റെ കേസിൽ നമ്മൾ നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് ഹൗ ക്യാൻ വി പ്രൊഡ്യൂസ് ദിസ് അൾട്രാസോണിക് വേവ്സ്. നമുക്ക് എങ്ങനെയാണ് അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക? സോ അൾട്രാസോണിക് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൗണ്ട് വേവ്സ് തന്നെയാണ്. ദേ ആർ സൗണ്ട് വേവ്സ്. സോ ഹൗ സൗണ്ട് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ്? എങ്ങനെയാണ് സൗണ്ട് വേവ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈ ക്രിയേറ്റിംഗ് ദ ഡിസ്റ്റർബൻസ് ഇൻ എയർ പാർട്ടിക്കിൾസ്. ഏത് മീഡിയത്തിൽ കൂടിയാണോ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ ആണ്
ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ ആണ് എന്ത് സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ സൗണ്ട് വേവ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നതിന്റെ അർത്ഥം എന്താ? ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസിൽ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുക, ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സോ ഉദാഹരണത്തിന് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ വോക്കൽ കോഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഏതൊരു സൗണ്ട് പ്രൊഡ്യൂസിങ് എക്യുപ്മെന്റും, ഒരു ഗിത്താർ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പിയാനോ അല്ലെങ്കിൽ ഏതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുമ്പോഴും ദാറ്റ് ഈസ് ഹാപ്പനിങ്. അതായത് എന്ത് ചെയ്യുന്നു? എയർ മോളിക്യൂൾസിനെ ലോഞ്ചിറ്റ്യൂഡിനലി വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. ബട്ട് നമ്മൾ നോർമലി റിയൽ ലൈഫിൽ കാണുന്ന എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു പേഴ്സൺ, ഉദാഹരണത്തിന് എൻ്റെ വോക്കൽ കോഡിനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഈ വൈബ്രേഷൻസിന് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. സോ ഇഫ് വി വാണ്ട് ടു പ്രൊഡ്യൂസ് സൗണ്ട് വേവ്സ് it should have a higher frequency. അത് ഹയർ ഫ്രീക്വൻസി ഉള്ള, അതായത് നമ്മൾ പറഞ്ഞ അൾട്രാസോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്, 20 കിലോ ഹേർട്സിലും അധികം ഫ്രീക്വൻസി ഉള്ള സൗണ്ട് വേവ്സ്. അങ്ങനെയുള്ള സൗണ്ട് വേവ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് വേണം. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു മാഗ്നെറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മാഗ്നെറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ എന്ന് പറഞ്ഞ പാർട്ട് നിങ്ങൾ ഫോളോ ചെയ്തു വായിച്ചു നോക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എന്തായിരുന്നു മാഗ്നെറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ എന്ന് പറഞ്ഞു? അതായത് എന്ത് ചെയ്യുന്നു? ഒരു വി ഹാവ് എ ഫെറോമാഗ്നറ്റിക് റോഡിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. എപ്പോൾ നമ്മളൊരു പാരലൽ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, വെൻ വി അപ്ലൈങ് എ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഇസ് പാരലൽ ടു ദിസ് ഫെറോമാഗ്നറ്റിക് റോഡ്, ഇതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ആന്റി പാരലൽ ആയിട്ടാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യും. സോ ഏത് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ ഫെറോ മാഗ്നറ്റിക് റോഡ് എന്ത് ചെയ്യും? ഇലോങ്ങേറ്റ് ആൻഡ് കംപ്രഷൻ, അല്ലെങ്കിൽ അതിന്റെ ലെങ്ത് കുറയും, കുറച്ച് കഴിയുമ്പോൾ കൂടും. സോ നമ്മളൊരു അൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഒരു ഡെഫിനറ്റ് ടൈം ഇന്റർവൽ കഴിയുമ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? Then we can say this process or this change in magnetic field will affect the change in the length of this ferromagnetic rod. The ferromagnetic rod in the length എന്ത് ചെയ്യും? അത് ഇൻക്രീസ് ചെയ്യും, പിന്നെ ഡിക്രീസ് ചെയ്യും. ഇതൊരു റിപ്പീറ്റേറ്റീവ് പ്രോസസ് ആയിട്ട് അല്ലെങ്കിൽ ഓസിലേഷൻസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ആൻഡ് നമ്മളൊരു മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്ററിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു ഇൻഡക്ടർ ആണ്. സോ ഇവിടെ LC സർക്യൂട്ട് ഉണ്ട്. What is an LC circuit? We have an inductor L1 and a capacitor C. So ഒരു LC സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രിക് ഓസിലേറ്റർ. സോ ഒരു കറണ്ട് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആവും അറ്റ് ഇനീഷ്യൽ സ്റ്റേജ്. ഇതിനെന്ത് ചെയ്യും? ഇൻഡക്ടറിലൂടെ ഈ കറണ്ട് ഫ്ലോ ചെയ്യും. When a current is flown through this inductor, a magnetic field is developed, or a magnetic flux density ഫോർ ഇൻ ദിസ് കോയിൽ, അല്ലെങ്കിൽ ഒരു മെറ്റാലിക് കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. അത് ഈ ഫെറോ മാഗ്നറ്റിക് റോഡിന് എന്ത് ചെയ്യും? ലെങ്ത് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും കാരണമാവും. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഡ്യൂ ടു സെൽഫ് ഇൻഡക്ടൻസ്, ഒരു ബാക്ക് EMF, ഫാരഡേസ് ലോ പ്രകാരം ഒരു ബാക്ക് EMF ഇൻഡ്യൂസ് ചെയ്യും. സോ എഗെയിൻ കപ്പാസിറ്റർ എന്ത് ചെയ്യും? കപ്പാസിറ്റർ ബിക്കം ചാർജ്ഡ് ആവും. ബട്ട് നൗ ഈ ഒരു സമയത്ത് എന്ത് പറ്റും? പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. സോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫെറോ മാഗ്നറ്റിക് റോഡിന്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യും. സോ ഇത് ഓസിലേറ്ററി ആണ്. ഇതൊരു ടാങ്ക് സർക്യൂട്ട് ആണ്, അല്ലെങ്കിൽ ഇതൊരു LC സർക്യൂട്ട് ആണ്. സോ ഈ സർക്യൂട്ട് ഇൻഫാക്ട് ചെയ്യുന്നത് എന്താ? ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഫ്രീക്വന്റ് എന്ന് പറഞ്ഞാൽ വിത്ത് ഹൈ ഫ്രീക്വൻസി, 20,000 ടൈംസ് പെർ സെക്കൻഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫെറോ മാഗ്നറ്റിക് റോഡിന്റെ ലെങ്ത് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും വിത്ത് ഫ്രീക്വൻസി സിമിലർ. ഈ LC സർക്യൂട്ടിന്റെ ഫ്രീക്വൻസി എന്താണോ അതേ ഫ്രീക്വൻസിയിൽ തന്നെ there will be compression and elongation of ferromagnetic rod. So എന്ത് ചെയ്യും? ഈ ഫെറോമാഗ്നറ്റിക് റോഡിന്റെ ചുറ്റുമുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ, there will be particles there will be particles of medium. ഈ ഫെറോമാഗ്നറ്റിക് റോഡ് എയറിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതിന് ചുറ്റും എന്തുണ്ടാവും? എയർ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഈ എയർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഈ ഫെറോമാഗ്നറ്റിക് റോഡ് ഇലോങ്ങേഷൻ ആൻഡ് കംപ്രഷൻ, ഇത് ഓസിലേറ്റ് ചെയ്യുന്നതിലൂടെ എയർ പാർട്ടിക്കിൾസും ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദാറ്റ് വൈബ്രേഷൻ, if the frequency of that longitudinal vibration, ഈ എയർ പാർട്ടിക്കിൾസിലെ അല്ലെങ്കിൽ മീഡിയത്തിന്റെ പാർട്ടിക്കിൾസിലെ വൈബ്രേഷൻ, if the frequency is greater than 20 kilohertz, then we can say ultrasonic waves are produced.
ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഒരു മാഗ്നറ്റോ സ്ട്രിക്ഷൻ ഓസിലേറ്റർ യൂസ് ചെയ്തിട്ട് അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്. ഈ L2 എന്ന ഇൻഡക്ടർ വി ആർ യൂസിങ് ഇറ്റ് ടു പ്രൊഡ്യൂസ് എ ഫീഡ്ബാക്ക്. L2 എന്ന ഇൻഡക്ടർ യൂസ് ചെയ്യുന്നത് എന്താ, ഇവിടെ ഫെറോമാഗ്നറ്റിക് റോഡ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഈ ഓസിലേഷൻ ഇവിടെയും സംഭവിക്കും. അപ്പൊ എന്ത് ചെയ്യും, ദ മാഗ്നറ്റിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ദിസ് കോയിൽ ചേഞ്ചസ്. മാഗ്നറ്റിക് ഫീൽഡ് ഈ ഫ്ലക്സ് ഈ ഒരു കോയിലിന് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെതായ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, ചേഞ്ച് വരും. സോ വെൻ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ചസ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയിൽ ഒരു ചേഞ്ച് വരുമ്പോൾ എ കറണ്ട് വിൽ ഫ്ലോ അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ ഓർ an EMF is induced in this circuit. സോ ഈ കറണ്ട് എന്ത് ചെയ്യും, ഇറ്റ് ഈസ് ഫെഡ് ബാക്ക് ടു ദ ബേസ് ഓഫ് NPN ട്രാൻസിസ്റ്റർ. ഇത് അഗെയിൻ കളക്ടറിൽ കൂടി ഈ LC സർക്യൂട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. സോ ദ ടോട്ടൽ എനർജി ഓഫ് ദിസ് LC സർക്യൂട്ട് ഈസ് സസ്റ്റെയിൻഡ്. സോ ഈ ഓസിലേഷന്റെ ഫ്രീക്വൻസി കുറച്ച് കഴിയുമ്പോൾ ഒരു ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ പോലെ കുറഞ്ഞു വരില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വി ആർ യൂസിങ് എ ഫീഡ്ബാക്ക് സർക്യൂട്ട് in order to sustain this LC oscillation. കൂടാതെ ഇവിടെയും ഫെറോമാഗ്നറ്റിക് റോഡിന്റെ ലെങ്ത് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അൾട്രാസോണിക് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് എൻഡ് ഓൾസോ. ഇതായിരുന്നു ഒരു മാഗ്നറ്റോ സ്ട്രിക്ഷൻ ഓസിലേറ്റർ. സോ ഇതിന്റെ ഫ്രീക്വൻസി ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ അയച്ചെന്ന നോട്ടിലൊക്കെ ഉണ്ട്. സോ അത് നോക്കി പഠിക്കുക. ഈ ഒരു ഓസിലേറ്റർ ഈ വരുന്ന എക്സാമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Now, the second or the other thing to produce ultrasonic waves or other advanced method in order to produce ultrasonic waves is piezoelectric oscillator. അടുത്ത മെത്തഡിന്റെ പേരാണ് piezoelectric method അല്ലെങ്കിൽ piezoelectric oscillator. And the effect which help us to produce ultrasonic waves is called piezoelectric effect. So നിങ്ങൾ piezoelectric effect കേട്ടിട്ടുണ്ടാവും. Piezoelectric effect. Now, what is piezoelectric effect? Consider we have a crystal. ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ ഒരു ക്രിസ്റ്റൽ ഉണ്ടെന്ന് വിചാരിക്കുക. ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. സോ വി കൻ അസ്യൂം ദാറ്റ് ഏതെങ്കിലും ഒരു മെറ്റീരിയലിന്റെ സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് ക്രിസ്റ്റൽ എന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു ക്രിസ്റ്റൽ ഉണ്ട്. ഈ ക്രിസ്റ്റലിനെ നമ്മൾ മുകളിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ when we are observing this crystal from above, ഒരു ക്യൂബിക് റെക്ടാങ്കുലർ ക്യൂബിക് ക്രിസ്റ്റൽ ആണെങ്കിൽ വാട്ട് ഈസ് piezoelectric effect? Piezoelectric effect എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if we apply force in this direction, നമ്മൾ മെറ്റീരിയലിന് ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്യാണ്. അതായത് മെറ്റീരിയലിന് ഫോഴ്സ്, we are applying a force on this material. ഇതാണ് മെക്കാനിക്കൽ ആക്സിസ്. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ആക്സിസ് ആണ് മെക്കാനിക്കൽ ആക്സിസ് എന്ന് വിചാരിക്കുക. അപ്ലൈ ചെയ്യുകയാണെങ്കിൽ then we can measure a current in the perpendicular axis of this material. ഒരു ക്രിസ്റ്റൽ എടുക്കുന്നു, അതിന്റെ ഒരു ആക്സിസിൽ എന്ത് ചെയ്യുന്നു, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഉദാഹരണത്തിന് ഡയറക്ഷൻ, ഫോഴ്സ് ഇൻ ഡയറക്ഷൻ ഇൻവേർഡ്, അതായത് സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നു. ഈ മെറ്റീരിയലിനെ ഡീഫോം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണ്. സോ അങ്ങനെ നമ്മളൊരു സ്ട്രെസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ എന്ത് ചെയ്യും, ഡീഫോം ചെയ്യും, കുറച്ച് ഉള്ളിലേക്ക് ഡീഫോം ചെയ്യും. സോ ഇഫ് വി ക്യാൻ മെഷർ a voltage or a current is flowing through perpendicular axis. So ഈ ഒരു ക്രിസ്റ്റലിന്റെ പെർപെൻഡിക്കുലർ ആക്സിസിൽ നമ്മളൊരു വോൾട്ട്മീറ്റർ വെച്ച് മെഷർ ചെയ്ത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കറണ്ട് മെഷർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വി ക്യാൻ മെഷർ an electric potential between the ends of this perpendicular axis. So ഈ കറണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന പെർപെൻഡിക്കുലർ ആക്സിസിനെ നമുക്ക് ഇലക്ട്രിക്കൽ ആക്സിസ് എന്ന് വിളിക്കാം. And this is piezoelectric effect. ചില ക്രിസ്റ്റലുകൾ, അതായത് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് എന്ന് വിളിക്കുന്ന ക്രിസ്റ്റൽസിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് എന്ത്, ഒരു ആക്സിസിൽ നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് വി അപ്ലൈ സ്ട്രെസ് ഓൺ എനി ഓഫ് ആക്സിസ് then we can measure അല്ലെങ്കിൽ a potential difference, an electric potential difference is developed across the perpendicular axis, and this is called piezoelectric effect. ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ piezoelectric effect എന്ന് പറയുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് piezoelectric effect എന്ന് മനസ്സിലാക്കിയിരിക്കണം. സർട്ടൈൻ ക്രിസ്റ്റൽസ് ലൈക്ക് ക്വാർട്സ്, ടൂർമലൈൻ ആൻഡ് റോക്കലെസ് സാൾട്ട്. സോ ഇതുപോലെ ചില ക്രിസ്റ്റൽസിന്റെ കേസിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആക്സിസിൽ നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്യുക, അതിനെ പിടിച്ച് ഡീഫോം ചെയ്യാൻ ശ്രമിക്കുക, അതായത് ഫോഴ്സ് കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ പിടിച്ച് വലിക്കാൻ ശ്രമിക്കുക. ഫോഴ്സ് assume that force is we are applying force in opposite direction. ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിലാണ് കൊടുക്കുന്നത്. ഈ ക്രിസ്റ്റലിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് കൊടുക്കുന്നത്. സോ ഈ മെറ്റീരിയലിന് എന്ത് ചെയ്യുന്നു, മെറ്റീരിയലിന് ആദ്യത്തെ ഇനീഷ്യൽ കേസിൽ എന്താ, ഇൻവാർഡ് ഫോഴ്സ് കൊടുത്തപ്പോൾ മെറ്റീരിയലിനെ നമ്മൾ എന്ത് ചെയ്തു, കംപ്രസ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഒരു വോൾട്ടേജ് മെഷർ ചെയ്തു. കുറച്ച് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മെറ്റീരിയലിനെ ഇലോങ്ങേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ബട്ട് എങ്ങനെയാണ് ഇലോങ്ങേറ്റ് ചെയ്യുക, ഫോഴ്സ്. വി അപ്ലൈ സം
force directing outwards. പുറത്തേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ we can say we are trying to elongate this material. So the stress is applying on the opposite direction. Again, we can measure a voltage. വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റും, ബട്ട് now the polarity is changed. നേരത്തെ മെഷർ ചെയ്ത വോൾട്ടേജിന്റെ പൊളാരിറ്റി പ്ലസ് ആൻഡ് മൈനസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ മെഷർ ചെയ്യുന്ന വോൾട്ടേജ് എന്തായിരിക്കും? മൈനസ് ആൻഡ് പ്ലസ് ആയിരിക്കും. പൊളാരിറ്റി ഇൻവേഴ്സ് ആയിട്ടുണ്ടാവും. എങ്ങനെ? ഫോഴ്സിന്റെ സ്ട്രെസിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്. സോ കംപ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പം ഉള്ള കറണ്ടിന്റെ ഡയറക്ഷൻ ആയിരിക്കില്ല ഇലോങ്ങേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടുണ്ടാവും. ആൻഡ് ദിസ് എഫക്ട് ഈസ് കോൾഡ് പീസോഇലക്ട്രിക് എഫക്ട്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് പീസോഇലക്ട്രിക് എഫക്ട് എന്ന്. നൗ ഇൻ ദിസ് ഓസിലേറ്റർ അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ദ കൺവേഴ്സ് ഓഫ് ദിസ് പീസോഇലക്ട്രിക് എഫക്ട്. ഈ പീസോഇലക്ട്രിക് എഫക്റ്റിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പ്രോസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ഓപ്പോസിറ്റ് പ്രോസസ്? ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? സ്ട്രെസ് അപ്ലൈ ചെയ്തിട്ട് ഒരു കറണ്ട് മെഷർ ചെയ്തെടുത്തു പെർപെൻഡിക്കുലർ ആക്സിസിൽ നിന്ന് ഒരു ക്രിസ്റ്റലിന്റെ. എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് പ്രോസസ്? വാട്ട് യു മീൻ ബൈ? നിങ്ങൾക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു കറണ്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്രിസ്റ്റലിനെ ഡീഫോം ചെയ്യാൻ പറ്റും. ഒരു സ്ട്രെസ്, ഈ മെറ്റീരിയലിന് ഒരു സ്ട്രെസ് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് വെച്ചു? നമുക്കൊരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാൻ പറ്റിയെങ്കിൽ നമ്മളൊരു ബാറ്ററി വെച്ചൊരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇതിന്റെ ഇലക്ട്രിക്കൽ ആക്സിസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ then crystal itself will feel a force. ക്രിസ്റ്റൽ എന്താ? സ്വയമായിട്ട് ഒരു ഫോഴ്സ് ഫീൽ ചെയ്യും ബേസ്ഡ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് ദിസ് പൊട്ടൻഷ്യൽ. നമ്മൾ ഏത് പൊളാരിറ്റിയാണ് കൊടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മെറ്റീരിയലിന് ഒരു ഫോഴ്സ് ഫീൽ ചെയ്യും. ഉദാഹരണത്തിന് ഇഫ് വി ആർ അപ്ലൈങ് ദിസ് പ്ലസ് ആൻഡ് മൈനസ്, പൊളാരിറ്റി ഇതുപോലെയാണെന്ന് വിചാരിക്കുക. സോ മെറ്റീരിയലിന് എന്ത് ചെയ്യും? മെറ്റീരിയൽ വിൽ ഫീൽ ആൻ ഇൻവാർഡ് സ്ട്രെസ് അല്ലെങ്കിൽ ഫോഴ്സ് ഈസ് it will feel itself a force or a stress directing inward. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ piezoelectric crystal അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസ്റ്റൽ എന്ത് ചെയ്യും? it will become compressed. അത് കംപ്രസ് ചെയ്യും. ഇനിയല്ല നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ, ഇലക്ട്രിക്കൽ ആക്സിസിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ കറണ്ടിന്റെ ഇഫ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ഓപ്പോസിറ്റ്, എന്ത് സംഭവിക്കും? മെറ്റീരിയൽ വിൽ ഫീൽ ഇലോങ്ങേഷൻ. മെറ്റീരിയലിന് അതിന് ഇറ്റ്സെൽഫ്, അതിന് സ്വയമായിട്ട് എന്ത് ചെയ്യും? ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഫോഴ്സ്, ഇൻവാർഡ് അല്ലെങ്കിൽ ഔട്ട്വാർഡ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? മെറ്റീരിയൽ വിൽ ഗെറ്റ് ഇലോങ്ങേറ്റഡ്. ഇതാണ് കൺവേഴ്സ് പീസോ ഇലക്ട്രിക് എഫക്ട്. എന്തായിരുന്നു പീസോ ഇലക്ട്രിക് എഫക്ട്? നമ്മളൊരു സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റലിനെ കംപ്രസ് ചെയ്യാനോ ഇലോങ്ങേറ്റ് ചെയ്യാനോ ശ്രമിക്കുമ്പോൾ വി ക്യാൻ മെഷർ കറണ്ട് അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്തെടുക്കാൻ പറ്റും അതിന്റെ പെർപെൻഡിക്കുലർ ആക്സിസിൽ നിന്ന് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആക്സിസിൽ നിന്ന്. എന്താണ് കൺവേഴ്സ് പീസോ ഇലക്ട്രിക് എഫക്ട്? നമ്മളൊരു കറണ്ട് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ തന്നെ കണക്ട് ചെയ്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? മെറ്റീരിയലിന് അതിന് സെൽഫായിട്ട് എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യും, സ്ട്രെയിൻ ഫീൽ ചെയ്യും. അല്ലെങ്കിൽ മെറ്റീരിയൽ എന്ത് ചെയ്യും? മെറ്റീരിയൽ ഡീഫോം ചെയ്യും. സോ ബേസ്ഡ് ഓൺ കറണ്ട്, ബേസ്ഡ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് ദി പൊട്ടൻഷ്യൽ, നമ്മൾ ഏത് പൊളാരിറ്റി ആണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് കംപ്രസ് ചെയ്യും. ഓപ്പോസിറ്റ് പൊളാരിറ്റി ആണെങ്കിൽ ഇലോങ്ങേറ്റ് ചെയ്യും. സോ ഹിയർ ദി പോയിന്റ്, ഇത് ശരിക്കും ശ്രദ്ധിച്ചേക്കുക. ഇപ്പൊ നമ്മൾ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഇലോങ്ങേറ്റ് ആൻഡ് കംപ്രഷൻ നടക്കുന്നത് ഈ മെറ്റീരിയലിന്റെ കേസിൽ, മെക്കാനിക്കൽ ആക്സിസിൽ. ഇഫ് വി ആർ അപ്ലൈങ് ആൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട്, നമ്മളൊരു ഡയറക്ഷൻ പൊളാരിറ്റി ഒരു ടൈം ഇന്റർവൽ കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യുന്ന കറണ്ട് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇഫ് വി ആർ അപ്ലൈങ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? സോ ആദ്യത്തെ ഒരു ടൈം പീരീഡിൽ എന്ത് സംഭവിക്കും? പൊളാരിറ്റി പ്ലസ് ആൻഡ് മൈനസ്, മെറ്റീരിയൽ കംപ്രസ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. ആഫ്റ്റർ സം ടൈം പൊളാരിറ്റി വിൽ ഗെറ്റ് ചേഞ്ച്ഡ്. സോ നൗ ദ മെറ്റീരിയൽ വിൽ സ്റ്റാർട്ട് ടു ഇലോങ്ങേറ്റ്. മെറ്റീരിയൽ ഇലോങ്ങേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിന് ഫീൽ ചെയ്യുന്ന സ്ട്രെസ് ഡയറക്ഷൻ ഔട്ട്വേർഡ് ആയതുകൊണ്ട് മെറ്റീരിയൽ ഇലോങ്ങേറ്റ് ചെയ്യാൻ തുടങ്ങും. എഗെയിൻ പൊളാരിറ്റി ചേഞ്ച്, ആൾട്ടർനേറ്റീവ് കറണ്ട് ആയതുകൊണ്ട് എന്താ? എഗെയിൻ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. പ്ലസ് ആൻഡ് മൈനസ് വിൽ ചേഞ്ച് ഈച്ച് അതർ. സോ എഗെയിൻ മെറ്റീരിയൽ കംപ്രസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദിസ് ഈസ് എ റിപ്പീറ്റഡ് പ്രോസസ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും വിത്ത് സം ഫ്രീക്വൻസി, ഹയർ ഫ്രീക്വൻസി. സോ ഈ ഒരു പ്രോസസ്സ് നമ്മളൊരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നത് ഏത് ഫ്രീക്വൻസിയിലാണോ അതേ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യും? ഈ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിന്റെ കംപ്രഷനും ഇലോങ്ങേഷനും നടക്കും. അതായത് സൈസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, കംപ്രഷൻ ആൻഡ് ഇലോങ്ങേറ്റിംഗ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദിസ് പീസോഇലക്ട്രിക് ക്രിസ്റ്റൽ, വി ക്യാൻ സേ ദിസ് പീസോഇലക്ട്രിക് ക്രിസ്റ്റൽ ഈസ് ഇൻ ഓസിലേഷൻ. സോ ഒരു ഫെറോമാഗ്നറ്റിക് റോഡിന്റെ സൈസ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ചെയ്തതുപോലെ തന്നെ വെൻ വി അപ്ലൈങ് ആൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്ന, ഫ്രീക്വന്റ്ലി ചേഞ്ച് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് അവർ പീസോഇലക്ട്രിക് ക്രിസ്റ്റൽ വിൽ become an oscillation. And when the frequency of this alternating current, or when the frequency of this
alternating current or the change in polarity is same as the frequency of this piezoelectric material. എന്താണ് ഈ പീസോ ഇലക്ട്രിക് മെറ്റീരിയലിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എല്ലാ മെറ്റീരിയൽസിനും ഈവൻ ഒരു ഫെറോ മാഗ്നറ്റിക് റോഡിന് എന്തൊക്കെ അതിൻ്റെതായ നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. എല്ലാം ഓസിലേറ്റർ, എവറിത്തിങ് ഈസ് ആൻ ഓസിലേറ്റർ. സോ എവറിത്തിങ് ഹാസ് എ നാച്ചുറൽ ഫ്രീക്വൻസി. എല്ലാ മെറ്റീരിയൽസും സ്വയം ഓസിലേറ്റ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട്. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് സെയിം ആയി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? We can say then this oscillation is in resonance. ഈ ഒരു oscillation എന്തായി? This oscillation, or we can say resonance happen, or we can say that എന്ത് പറയാൻ പറ്റും? Now our piezoelectric crystal will oscillate with higher amplitude or maximum amplitude. Resonance എന്താ സംഭവിക്കുക? നമ്മുടെ മെറ്റീരിയൽ, നമ്മുടെ ഓസിലേറ്റർ എന്ത് ചെയ്യും? മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യും. സോ ദിസ് വിൽ ഹാപ്പൻ ഹിയർ. സോ ഈ ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് എബവ് 20 കിലോ ഹെർട്സ് ആണെങ്കിൽ ദെൻ ദ മീഡിയം, ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിന് ചുറ്റുമുള്ള മീഡിയം, ഇത് എയറിലാണെങ്കിൽ എന്ത് ചെയ്യും? എയർ മോളിക്യൂൾസിനെ അല്ലെങ്കിൽ എയർ പാർട്ടിക്കിൾസിനെ അതേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. ഇറ്റ് വിൽ മേക്ക് ദ സറൗണ്ടിങ് medium, or it will make the particles of surrounding medium in order to oscillate with same frequency of this oscillation. So if that is about 20 kilohertz, എന്ത് ചെയ്യാൻ പറ്റും? ഈ വൈബ്രേഷൻ പ്രൊപ്പഗേറ്റ് ചെയ്യും. ആ വൈബ്രേഷന്റെ പ്രൊപ്പഗേഷനെ നമ്മൾ വേവ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ വി ക്യാൻ സേ അൾട്രാസോണിക് വേവ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്. അതാണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന മെത്തേഡ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ബേസിക് കൺസെപ്റ്റ് ഇതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ എന്നാണ് പറയാൻ പോകുന്നത്. സെയിം കാര്യങ്ങളാണ്. സോ ഇത്രയും കാര്യങ്ങൾ പീസോ ഇലക്ട്രിക് എഫക്ട് നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 203 203 ഒന്ന് വായിച്ചു നോക്കുക. പേജ് നമ്പർ 203 പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ന് പറയുന്ന പാർട്ട് വായിച്ചു നോക്കുക. സോ ഈ പോയിന്റ് എഴുതിയെടുക്കേണ്ടവർ എഴുതിയെടുത്തോ. എന്തെങ്കിലും സംശയമുള്ളവർ പറയും. അക്കോസ്റ്റിക്സ് എന്ന് പറയുന്ന പാർട്ടിന്റെ പ്രസന്റേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. അൾട്രാസോണിക്സും ഷെയർ ചെയ്ത് തരാം. പക്ഷേ ഈ പ്രസന്റേഷൻ നോക്കി പഠിക്കരുത്. ടെക്സ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നോട്ട് ഫോളോ ചെയ്യണം. കാരണം ഇതിൽ പഠിപ്പിക്കാൻ ആവശ്യമായ പോയിന്റ്സ് മാത്രമേ എഴുതുന്നുള്ളൂ. സോ നിങ്ങൾക്ക് പ്രസന്റേഷൻ ഷെയർ ചെയ്ത് തരാം. സോ അത് നോക്കും, നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. സോ നിങ്ങൾ വായിച്ചെങ്കിൽ പോയിന്റ് എഴുതിയെടുത്തെങ്കിൽ ഒരു ഫിഗർ വരച്ചെടുക്കുക. പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ, പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ. ഫിഗർ വരച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക, അപ്പൊ എനിക്കറിയാൻ പറ്റും. ഫിഗർ വരച്ചെടുക്കുക. പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ. സോ വരച്ചു കഴിഞ്ഞ് ഈ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് അറിയാം. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ആൻ NPN ട്രാൻസിസ്റ്റർ. ദിസ് ഈസ് ആൻ NPN
transistor. This is the base. So നിങ്ങളെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 204 204 പേജിൽ ഈ ഫിഗർ ഉണ്ട്, ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല, എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ ഇഷ്ടം. ദിസ് ഈസ് ബേസ് of NPN transistor. This is emitter, this is collector, and this is inductor. Either this is inductor L1, this is inductor L2, this is inductor L3, and this is a very capacitor. Variable capacitor. This is switch. This switch ആണ്. So this metallic coils ഒക്കെ നിങ്ങൾക്ക് അറിയാം. The component is inductor. So പ്രത്യേകിച്ച് എഴുതണമെന്നില്ല, ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇൻഡക്ടർ. This is two metal plates, A യും B യും രണ്ട് metal plates ആണ്. A and B are two metal plates. And this is this Q. Q is a piezoelectric crystal. Q is a piezoelectric crystal. Piezoelectric crystal. പാർവൺ വരച്ചോ? പാർവൺ പാർവൺ ക്ലാസ്സിലില്ല. ഓക്കെ, പാർവൺ ക്ലാസ്സിലില്ലെങ്കിൽ പാർവൺ അബ്സെന്റ് ഇടാനേ വഴിയുള്ളൂ. ഞാൻ പറഞ്ഞു റെസ്പോണ്ട് ചെയ്യാത്തവർക്ക് അറ്റൻഡൻസ് ഇടൂല. എനിക്ക് നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ വരുമ്പോൾ ഈ നോട്ട് കാണിച്ചു തരേണ്ടി വരും. സോ വരച്ചെടുക്കുക. വരച്ച് കഴിഞ്ഞവർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. വരച്ച് കഴിഞ്ഞവർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. മൂന്നാള് വരച്ചു, 4 നേരം വരക്കട്ടെ. 4 ആള് വരച്ചു. 8 5 6 7 8 9. സോ വരയ്ക്കാനുള്ള സമയം നിന്നു. സോ ശ്രദ്ധിക്കാം. ദിസ് ഈസ് എ പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ. സോ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ യൂസ് ചെയ്ത് എങ്ങനെയാണ് അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നതിന്റെ ബേസിക്, അല്ലെങ്കിൽ യൂസിങ് കൺവേഴ്സ് എഫക്ട് ഓഫ് പീസോ ഇലക്ട്രിക് എഫക്ട്, അല്ലെങ്കിൽ പീസോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ഫിനോമിനൻ, കൺവേഴ്സ് ഫിനോമിനൻ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ്? ബൈ ഗിവിങ് ആൾട്ടർനേറ്റ്ലി, അല്ലെങ്കിൽ ബൈ ഗിവിങ് ചേഞ്ചിങ്
പൊളാരിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇതാണ് ഇലക്ട്രിക്കൽ ആക്സിസ്, ഇതാണ് ക്യൂ എന്ന ക്രിസ്റ്റലിന്റെ ഇലക്ട്രിക്കൽ ആക്സിസ് എങ്കിൽ മെക്കാനിക്കൽ ആക്സിസിൽ എന്ത് സംഭവിക്കും? കംപ്രഷൻ. ഇത് നമ്മളെ ക്രിസ്റ്റൽ എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും, എലോങ്ങേറ്റ് ചെയ്യും. ആൻഡ് ദിസ് വിൽ ഹാപ്പൻ വിത്ത് എ ഫ്രീക്വൻസി ഓഫ് ദിസ് പൊളാരിറ്റി ചേഞ്ച്. പൊളാരിറ്റി എത്ര ഫ്രീക്വൻസിയിലാണ്? ഒരു സെക്കൻഡിൽ ഈ പൊളാരിറ്റി എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നുണ്ട് അത്രയും പ്രാവശ്യം ഈ കംപ്രഷൻ ഡിലോങ്ങേഷൻ സംഭവിക്കും. സോ ആ ഫ്രീക്വൻസിനെ ബേസ് ചെയ്തിട്ട് ഇഫ് ദാറ്റ് ഫ്രീക്വൻസി ഈസ് ഗ്രേറ്റർ ദാൻ സം 20 കിലോ ഹെർട്സ് ഓർ 20,000 ടൈംസ് എ സെക്കൻഡ് എന്ത് ചെയ്യും? ചുറ്റുമുള്ള പാർട്ടിക്കിൾസിന്റെ മീഡിയം എന്ത് ചെയ്യും? ഇപ്പോൾ എയറിലാണെങ്കിൽ എന്ത് സംഭവിക്കും? എയർ പാർട്ടിക്കിൾസ് വിൽ സ്റ്റാർട്ട് ടു വൈബ്രേറ്റ് വിത്ത് സം 20,000 ടൈംസ് എ second or 20 kilohertz in air particle vibrating, or we can say there will be a longitudinal vibration with some 20 kilohertz frequency, or we can say ultrasonic waves are produced. So this is a oscillator which helps us to produce ultrasonic waves, and this is called piezoelectric oscillator. We can call this as Hartley oscillator. Hartley oscillator. സോ നമ്മൾ നേരത്തെ മാഗ്നെറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്ററിൽ കണ്ടതുപോലെ സിമിലർ സർക്യൂട്ട് ആണ്, ചില വ്യത്യാസങ്ങൾ മാത്രം. സോ വി ഹാവ് എ ഗ്രൗണ്ട് ആൻഡ് വി ഹാവ് എ ബാറ്ററി DC സപ്ലൈ, ആൻഡ് ഹിയർ വി ഹാവ് എ സ്വിച്ച്, ആൻഡ് ഹിയർ വി ഹാവ് എ വേരിയബിൾ കപ്പാസിറ്റർ which is connected parallelly to an inductor, and we know this is a tank circuit. ഒരു കപ്പാസിറ്ററും ഇൻഡക്ടറും പാരലലി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ടാങ്ക് സർക്യൂട്ട് അല്ലെങ്കിൽ LC സർക്യൂട്ട് എന്ന് വിളിക്കും. മാഗ്നെറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു ടാങ്ക് സർക്യൂട്ട് അല്ലെങ്കിൽ LC സർക്യൂട്ട് ഇതിനെ യൂസ് ചെയ്യുന്നത് ടു പ്രൊഡ്യൂസ് ഓസിലേഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഓസിലേഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് LC സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വി ഹാവ് ആൻ LC സർക്യൂട്ട് ഹിയർ ആൻഡ് സിമിലർലി ഒരു ഇൻഡക്ടർ. സോ ഇത്രയും പാർട്ട് എന്താ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച മാഗ്നെറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്ററിന് സിമിലർ ആണ്. നേരത്തെ ഒരു ഫെറോ മാഗ്നറ്റിക് റോഡ് ഈ ഒരു മെറ്റാലിക് വൈൻഡിങ് കോയിലിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡക്ടറിനുള്ളിൽ കൂടി നമ്മളൊരു ഫെറോമാഗ്നറ്റിക് റോഡ് കടത്തി വിട്ടു, അല്ലെങ്കിൽ വി പ്ലേസ്ഡ് എ ഫെറോമാഗ്നറ്റിക് റോഡ് L1 L2 എന്ന ഇൻഡക്ടറിനിടയിൽ വെച്ചു. അതാണ് മാഗ്നെറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ. പക്ഷെ ഈ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വി പുട്ട് അനദർ ഇൻഡക്ടർ L3 എന്നൊരു ഇൻഡക്ടർ എന്ത് ചെയ്യുന്നു? ഇതിനെടുത്ത് അല്ലെങ്കിൽ വി പ്ലേസ് അനദർ ലോങ് ഇൻഡക്ടർ അല്ലെങ്കിൽ കുറച്ചുകൂടെ അധികം ലെങ്ത്തുള്ള ഇൻഡക്ടർ എന്ത് ചെയ്യുന്നു? ഈ ഇൻഡക്ടറിനടുത്ത് പ്ലേസ് ചെയ്യുന്നു. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് ടു ഇൻഡക്ടേഴ്സ് ആർ പ്ലേസ്ഡ് ഇൻ ഹിയർ? രണ്ട് ഇൻഡക്ടർ എടുത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സോ ഇഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡെവലപ്ഡ് ഹിയർ, ഈ ഒരു ഇൻഡക്ടറിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ then there will be a change in magnetic field across this inductor. എന്ത് ചെയ്യും? ഈ ഇൻഡക്ടറിന് അക്രോസ് ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചേഞ്ച് വരും. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്ടൻസ്. ഇതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഹൈസ്കൂളിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും മ്യൂച്വൽ ഇൻഡക്ടൻസ്. പഠിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? പഠിച്ച ഒരാളെ ഹാൻഡ് റൈസ് ചെയ്ത്. മ്യൂച്വൽ ഇൻഡക്ടൻസ്, മ്യൂച്വൽ ഇൻഡക്ടൻസ് പഠിച്ചിട്ടുണ്ട്. സോ ലൈക്ക് മാഗ്നെറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ എന്താ സംഭവിക്കുക? നമ്മളൊരു സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? കപ്പാസിറ്റർ ഗെറ്റ്സ് ഫുള്ളി ചാർജ്ഡ്. കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആവും. സോ ഫുള്ളി ആഫ്റ്റർ ഗെറ്റിംഗ് ഫുള്ളി ചാർജ്ഡ് എന്ത് സംഭവിക്കും? ദിസ് കപ്പാസിറ്റർ വിൽ ഡിസ്ചാർജ്. ഫുള്ളി ചാർജ് ചെയ്ത് കഴിയുമ്പോൾ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും. സോ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദിസ് ഇൻഡക്ടർ. കറണ്ട് എന്ത് ചെയ്യും? ഈ ഇൻഡക്ടറിലെ ഫ്ലോ ചെയ്യും. സോ ഒരു ഇൻഡക്ടറിലെ അല്ലെങ്കിൽ ഒരു മെറ്റാലിക് കോയിലിലൂടെ അല്ലെങ്കിൽ വൈൻഡിങ്ങിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്താൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഗെറ്റ്സ് ഇൻക്രീസ്ഡ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി തന്നെയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ്. സോ നിങ്ങൾക്ക് ഇലക്ട്രോ മാഗ്നറ്റിക്സ് അറിയില്ലെങ്കിൽ മനസ്സിലാക്കുക, ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇതിന്റെയൊക്കെ മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നൊക്കെ പറയുന്നത്. സോ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് അക്രോസ് L2 അല്ലെങ്കിൽ ഈ L2 എന്ന ഇൻഡക്ടറിന്റെ അക്രോസ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. സോ നമ്മൾ പറഞ്ഞു എന്ത് സംഭവിക്കും? ഈ രണ്ട് ഇൻഡക്ടറും L1 ആൻഡ് L3 ആർ കപ്പിൾഡ്. L1 ഉം L3 എന്ന് പറയുന്ന ഇൻഡക്ടർ കപ്പിൾഡ് ആണ്. സോ കറസ്പോണ്ടിംഗ്ലി ദർ വിൽ ബി എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് അക്രോസ് L3. സോ L3 എന്ന് പറയുന്ന ഇൻഡക്ടറിന് അക്രോസ് ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് സംഭവിക്കും? ഒരു ചേഞ്ച് സംഭവിക്കും. സോ L3 എന്ന് പറയുന്ന ഇൻഡക്ടറിന് അക്രോസ് ഉള്ള മാഗ്നറ്റിക് ഫീൽഡിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയിൽ ഒരു ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ then
an EMF will be induced in this circuit. In the circuit, ഒരു EMF induce ചെയ്യും, അല്ലെങ്കിൽ ഒരു current will be flown through this circuit according to Faraday's law. ഇതാണ് electromagnetic induction. Faraday's law of electromagnetic induction says that magnetic flux density അല്ലെങ്കിൽ magnetic fieldൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. സോ an EMF will be induced or a current will be flown through this circuit. സോ ഇനീഷ്യലി ആ കറണ്ടിന്റെ അല്ലെങ്കിൽ ആ EMFന്റെ പൊളാരിറ്റി പ്ലസ്, ഇവിടെ പ്ലസും ഈ മെറ്റാലിക് പ്ലേറ്റിൽ പോസിറ്റീവ് ഇലക്ട്രോഡും ഈ മെറ്റാലിക് ബി എന്ന മെറ്റാലിക് പ്ലേറ്റ് നെഗറ്റീവ് ഇലക്ട്രോഡും ആണെങ്കിൽ നമുക്ക് എന്ത് പറ്റും, നമ്മുടെ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ത് ചെയ്യും, ഒന്ന് കംപ്രസ് ചെയ്യും അല്ലെങ്കിൽ ഇലോങ്ങേറ്റ് ചെയ്യും. After that, so after this inductor is fully L1 എന്ന ഇൻഡക്ടർ ഫുള്ളി ചാർജ്ഡ് അല്ലെങ്കിൽ അതിന്റെ എനർജി മാക്സിമം ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, then a back EMF will be produced due to self inductance അല്ലെങ്കിൽ ഫാരഡേസ് ലോ പ്രകാരം എന്താണ്, ഈ ഇൻഡക്ടറിന് അക്രോസ് ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയിൽ ഒരു ചേഞ്ച് വന്നു, കാരണം കറണ്ട് ഫ്ലോ ചെയ്യുന്നു. സോ ആ കറണ്ട് ഫ്ലോയിൽ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡിൽ ഒരു ചേഞ്ച് വരുന്നു. അതുകൊണ്ട് തന്നെ L1 എന്ന ഇൻഡക്ടറിന്റെ മെറ്റാലിക് കോയിലിന്റെ അക്രോസ് ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയിൽ ഒരു ചേഞ്ച് വരുന്നു. സോ ദർ വിൽ ബി എ ബാക്ക് EMF, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആൻഡ് എഗെയിൻ എന്ത് ചെയ്യും, കപ്പാസിറ്റർ ചാർജ്ഡ് ആവും. എഗെയിൻ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. Again, a magnetic field will be formed in this circuit, but in this time, ഈ ഒരു പ്രാവശ്യം എന്തായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം പൊളാരിറ്റി ചേഞ്ച് ചെയ്തു, ബാക്ക് EMF ആണ്, കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തു. സോ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആവുന്ന സെക്കൻഡ് സൈക്കിൾ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആവുന്നത് വിത്ത് ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയിരിക്കും. അതായത് ആദ്യം ഇതാണ് പോസിറ്റീവ് പ്ലേറ്റ്, ഇതാണ് നെഗറ്റീവ് പ്ലേറ്റ് എങ്കിൽ ഇൻ സെക്കൻഡ് സൈക്കിൾ ദിസ് ബിക്കം പോസിറ്റീവ് പ്ലേറ്റ് ആൻഡ് ദിസ് ബിക്കം നെഗറ്റീവ് പ്ലേറ്റ്. സോ എന്ത് ചെയ്യും, ഈ കറണ്ട് ഫ്ലോ കാരണം ഈ ഒരു ഇൻഡക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ മ്യൂച്വൽ ഇൻഡക്ടൻസ് വഴി ഈ ഇൻഡക്ടറിന് അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യും. സോ ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓർ ഫ്ലക്സ് ഡെൻസിറ്റി, ഫ്ലോ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMFന്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMFന്റെ പൊളാരിറ്റി വിൽ ഗെറ്റ് ചേഞ്ച്. അതായത് രണ്ടാമത്തെ സൈക്കിളിൽ അല്ലെങ്കിൽ ഫുള്ളി ചാർജ്ഡ് കപ്പാസിറ്ററിന്റെ ഫ്ലോ ഇൻഡക്ടർ ഈസ് ഫുള്ളി ചാർജ് അല്ലെങ്കിൽ ഇൻഡക്ടറിന്റെ എനർജി മാക്സിമം ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ LC സർക്യൂട്ട് എന്താ ചെയ്യുന്നത്, നമ്മൾ മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്ററിൽ പഠിച്ച പോലെ തന്നെ പൊളാരിറ്റി ഇൻവേഴ്സ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു എഫക്ട് ഇങ്ങനെ ഇവിടെയും പൊളാരിറ്റി ഇൻവേഴ്സ് ചെയ്യിപ്പിക്കും. നൗ ദിസ് പ്ലേറ്റ് A become നെഗറ്റീവ് ആൻഡ് പ്ലേറ്റ് B become പോസിറ്റീവ്. പ്ലേറ്റ് B പോസിറ്റീവും പ്ലേറ്റ് A നെഗറ്റീവ് ആവും. സോ നേരത്തെ ഇലോങ്ങേറ്റ് ചെയ്ത ക്രിസ്റ്റൽ എന്ത് ചെയ്യും, ഇപ്പോ കംപ്രസ് ചെയ്യും. ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. എന്ത് ചെയ്യും, പൊളാരിറ്റി ഇൻവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഡ്യൂ ടു ദിസ് LC സർക്യൂട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പൊളാരിറ്റി ഇൻവേഴ്സ് ചെയ്യിപ്പിക്കലാണ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസിങ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യലാണ്. സോ വാട്ട് വിൽ ഹാപ്പൻ, സോ ഈ ഒരു A ആൻഡ് B, A എന്ന മെറ്റൽ പ്ലേറ്റിലും B എന്ന മെറ്റൽ പ്ലേറ്റിന്റെ പൊളാരിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓർ വി ക്യാൻ സേ ദ ഫ്രീക്വൻസി ഓഫ് ചേഞ്ച് ഇൻ പൊളാരിറ്റി is very high, അല്ലെങ്കിൽ if that is some 20,000 kilohertz അല്ലെങ്കിൽ 20,000 ടൈംസ് ഒരു സെക്കൻഡിൽ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ 20,000 ടൈംസ് ഈ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിന്റെ സൈസ് വേരി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 20,000 ടൈം ഈ ക്രിസ്റ്റൽ എന്ത് ചെയ്യുന്നു, എലോങ്ങേറ്റ് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നു. സോ വി ക്യാൻ സേ ക്രിസ്റ്റൽ ഈസ് ഇൻ ആൻ ഓസിലേഷൻ വിത്ത് സം ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ 20 kilohertz. സോ ഇതിന് ചുറ്റുമുള്ള എയർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, അതേ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് വൈബ്രേഷൻ ഓർ ദ ഓസിലേഷൻ ഓഫ് എയർ പാർട്ടിക്കിൾസ് ഓർ ദി ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ ഈസ് പ്രൊപ്പഗേറ്റഡ് ത്രൂ ഔട്ട് ദ സ്പേസ്, and that is ultrasonic waves, and this is how we produce ultrasonic waves by piezoelectric oscillator. വിട്ടുപോയൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കപ്പാസിറ്റർ എന്ന് പറയുന്ന വേരിയബിൾ കപ്പാസിറ്റർ ആണ്. സോ ഈ കപ്പാസിറ്റൻസ് വേരി ചെയ്യാൻ പറ്റും. സോ ഫ്രീക്വൻസി ഓഫ് LC സർക്യൂട്ട് ഈസ് mu is equal to some 1/2 pi root LC. So നമ്മൾ എന്ത് ചെയ്യും, we equalize the frequency of this LC oscillations with the natural frequency of piezoelectric oscillator. ഈ piezoelectric oscillatorന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും LC സർക്യൂട്ടിന്റെ ഫ്രീക്വൻസിയും ഈക്വലൈസ് ചെയ്യും. ഇപ്പം സംഭവിക്കും, എക്സ്റ്റേണൽ ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആകുമ്പോൾ റെസോണൻസ് സംഭവിക്കും. Now we can say this piezoelectric crystal will oscillate with maximum amplitude. Okay, so
ബാക്കി കുറച്ച് പോയിന്റും കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സോ ഒന്ന് ടെക്സ്റ്റ് പരമാവധി ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നോട്ട് വായിച്ചു നോക്കുക. അല്ലാതെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല, കാരണം കംപ്ലീറ്റ് തിയറിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടൈം ആയില്ലേ? അറ്റൻഡൻസ് പറഞ്ഞു 1